ദുരന്തഭൂമിയിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ പല വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ ഉണ്ടാകും. അത് അവരുടെ സുരക്ഷിതമായി അവരുടെ കൈകളിൽ തന്നെ എത്തിക്കുക എന്നുള്ളതും രക്ഷാപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. പ്രത്യേകിച്ചും ചില ഘട്ടങ്ങളിലൊക്കെ ഇവിടെ നിന്നും വിലപിടിപ്പുള്ള പലതും മോഷണം നടക്കുന്നു. ചില മോഷണം ലക്ഷ്യം വെച്ച് ചില പ്രവർത്തനമൊക്കെ നടക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ചൂരൽമല മുണ്ടക്കി പ്രദേശത്തിനിടയിലാണ് ഏകദേശം 6 ലക്ഷത്തോളം രൂപയുടെ സ്വർണം ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കണ്ടെടുത്ത് സുരക്ഷിതമായി അതിൻ്റെ ഉടമക്ക് കൈമാറിയത് SYSൻ്റെ സാന്ത്വനം ടീമാണ്. രാവിലെ വന്നപ്പോഴാണ് പോലീസ് നമ്മുടെ പ്രധാനപ്പെട്ട ചുരൽമല ടൗണിലെ ജോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടെന്നും അവരുടെ ഭാര്യ അവരുടെ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും അപ്പം കൃത്യമായി തെരഞ്ഞ് അവരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പോലീസിൽ ആവശ്യപ്പെടുകയും ഞങ്ങളെ സാന്ത്വനം ജില്ലാ ടീം ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളോട് 4-5 വോളണ്ടിയേഴ്സ് സെപ്പറേറ്റ് ഇവർക്ക് മാത്രമായി നിങ്ങൾ വെച്ചു കൊടുക്കണം ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അടിസ്ഥാനത്തിൽ നമ്മൾ അതിന് യോജിച്ച ഒരു 6 പേരെ നമ്മൾ ആ വീട്ടിലേക്ക് അയക്കുകയും ആദ്യത്തെ ദിവസം കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ കിട്ടി, അത് അവർ കയ്യിൽ കൊടുത്തു. 7ാമത്തെ ദിവസം അത്യാവശ്യം അവർ വിചാരിച്ച മുഴുവൻ ഗോൾഡും അത്യാവശ്യം 90% എന്ന് പറയാം അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ സാധിച്ചു. ഓപ്പൺ ചെയ്തത് പിന്നെ അധികമൊന്നുമില്ല. ഇതിനകത്ത് കുറച്ച് കമ്മലുണ്ടാവും. ഇതിനകത്ത് ഒരു 5 ഗ്രാമിന്റെ ബിസ്ക്കറ്റ്, 5 ഗ്രാമിന്റെ ബിസ്ക്കറ്റ്, ഇതൊരു 6 പവന്റെ മാല. എവിടുന്നാണ് കണ്ടെടുത്തത്? മണ്ണിൻ്റെ അടിയിലായിരുന്നു, ബോക്സിൽ കിടക്കുകയായിരുന്നു. പിന്നെ സിറ്റൗട്ട് അടക്കം ഹാളടക്കം മൊത്തം ചെളിയിലായിരുന്നു, ഹെൽപ്പ് കൊണ്ട് കിടക്കുകയായിരുന്നു. ഇനി ടീ പോയിൻ്റെ മുകളിൽ അവിടെ വെച്ച് 1-2 ചെറിയ ഓർണമെൻറ്റ്സ് മാത്രമേ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് കിട്ടി. അവർ ഏറ്റവും കൂടുതൽ അവർക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്നൊരു വിഷയം കൂടിയായിരുന്നു, കുറച്ച് വിലപിടിപ്പുള്ള വസ്തുക്കളായതുകൊണ്ട്. വസ്തു കൈമാറിയ സമയത്ത് അവർ എങ്ങനെ എന്തായാലും സന്തോഷത്തോടു കൂടിയിട്ടാണ് അതുവരെയുള്ള മുഖമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. സമയം ഏറ്റവും കൂടുതൽ അവർ പ്രയാസപ്പെടുന്നത് അവരെ പ്രവർത്തകർ സഹപാഠികളെ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ട വിഷയം അവരുടെ മുമ്പിലുണ്ടെങ്കിലും ഇതും ഒരു രണ്ടാമത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതാണ്. തിരിച്ചു കിട്ടിയ ഒരു സന്തോഷത്തെ തന്നെയാണ് സിമ്മി എന്ന് പറയുന്ന അവരവരുടെ ഹസ്ബൻഡ് ജോസ് എന്ന് പറഞ്ഞവരും നമ്മളോട് പ്രതികരിച്ചതും. ഇതല്ലാതെ മറ്റ് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും വേറെ പലതും കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് ദിവസം, അതായത് ഫ്ലഡ് നടന്ന ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ തിരച്ചു നടക്കുന്ന സമയത്ത് നമുക്കൊരു ബാഗിൽ ഒരു പേഴ്സിൽ കുറച്ച് കൂടുതൽ ക്യാഷ് കിട്ടിയിരുന്നു. അത് നമ്മൾ കൺട്രോൾ റൂമിൽ പോലീസിനെ ഏൽപ്പിച്ച് ചെയ്യുകയുണ്ടായി. നമ്മൾ വില്ലേജ് റോഡിൽ തിരയുന്ന സമയത്ത് നമുക്കൊരു 2 വള കിട്ടിയിരുന്നു. അത് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരുടെ കയ്യിലേക്കും കൈമാറി. അതിനുശേഷം ഒരുപാട് രേഖകളും ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുന്നതൊക്കെ നമ്മൾ കുരുമുളക് ചാക്ക് നമ്മൾ സാന്ത്വനം ഹെൽപ്പ് ഡെസ്കിൻ്റെ അവിടെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് വളരെ ദുരന്തഭൂമിയിൽ ആണെങ്കിൽ പോലും വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ മോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് അത്തരം ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇങ്ങനെ സുരക്ഷിതമായി അതിൻ്റെ ഉടമകൾക്ക് കയ്യിലേൽപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നത്. കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.